മാന്യ പ്രേക്ഷകർക്ക് ടീം യുവ സ്റ്റാറ്റൻ ഐലൻഡ് ന്യൂയോർക്കിന്റെ പുതുവത്സരാശംസകൾ. നൂറുകണക്കിന് പ്രേക്ഷകർ, കോടാനുകോടി ജനങ്ങൾ ടീം യുവയുടെ കുക്കിംഗ് ഷോയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ന്യൂയോർക്കിൽ മഞ്ഞുവീഴ്ച മൂലം ഞങ്ങളുടെ ചീഫ് ഷെഫിനും ആർട്ടിസ്റ്റുകൾക്കും സ്റ്റുഡിയോയിൽ എത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ സതയെ ക്ഷമിക്കുക. എന്തായാലും നമുക്ക് നമ്മുടെ ഷെഫിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ മിസ്റ്റർ മനു, എന്താണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാടൻ മീൻകറിയാണ്. നാടൻ മീൻ, അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാടൻ മീൻകറി. അപ്പോൾ നമുക്ക് ആ മീൻകറി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം. തീർച്ചയായിട്ടും. ഈ നാടൻ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ഗസ്റ്റ് ഷെഫായ നമ്മുടെ ചിപ്പി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഈ മീൻകറിയുടെ പ്രത്യേകത എന്താണെന്ന്. നമസ്കാരം ചിപ്പി. നമസ്കാരം. അപ്പൊ ഈ നാടൻ മീൻകറിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഇന്നത്തെ തലമുറയിലെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിട്ടാണ് എല്ലാവരും മീൻകറിയെ കാണുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കാൻ വളരെ, ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി പ്രകാരം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണിത്. അധികം ബുദ്ധിമുട്ടില്ല ഇത് ഉണ്ടാക്കാൻ, എന്നാൽ ടേസ്റ്റ് ഉള്ളതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഇതിന് ആദ്യമായിട്ട് വേണ്ടിയത് എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഈ മീൻകറി ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ലൊരു മീൻ സെലക്ട് ചെയ്യണം. അപ്പൊ അതിന് ഇന്ന് തിങ്കളാഴ്ചയല്ലേ? തിങ്കളാഴ്ച. ഇന്ന് മീൻകാരൻ പാപ്പി വരാന്ന് പറഞ്ഞ ദിവസമായിരുന്നു. ഓ അതെ അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് നല്ല മീൻ വാങ്ങിക്കണം. മീൻകാരൻ പാപ്പി ഒന്നാ തോന്നണേ. എന്താ മീനാണെന്നോ? ഇതിലൊക്കെയുള്ള പെടക്കട നഗ് കണ്ടോ? പെടക്കട നഗ്. പിന്നെ കിങ്ഫിഷ് ഉണ്ട്. കിങ്ഫിഷ് നമ്മുടെ നാട്ടിൽ രാജാഫിഷ് എന്നൊക്കെ പറയും. എനിക്ക് ഏതാ വേണ്ട? നഗ് വേണോ രാജാഫിഷ് വേണോ കിങ്ഫിഷ് വേണോ? എനിക്ക് പറയാം. വെട്ടാനൊക്കെ ഭയങ്കര വെട്ടാനൊരു ബുദ്ധിമുട്ടല്ലേ? ചില പെടക്കട മീനാ കണ്ടോ? എനിക്കുണ്ടോ? എനിക്ക് കിങ്ഫിഷ് മതി. ചേച്ചിയാരെ ചേച്ചി രാജാഫിഷ് എടുക്കുള്ളൂ. നങ്കിനോ? നങ്കിന് 699 അപ്പുറത്തൊക്കെ 600 ചേച്ചി കാരണം 7 എന്നൊക്കെ ചേച്ചി വേറെ അവിടെ പറഞ്ഞേക്കാം. ഞാൻ അപ്പുറത്ത് ഇല്ലാത്ത ചേച്ചിക്ക് അതെ ഞാൻ പറഞ്ഞേ ചേച്ചി കാരണം 7 മതി. ഞാൻ മറ്റൊരു 600 കൊടുത്തേ. ചേച്ചിക്ക് നങ്ക് എടുക്കണം, മറ്റേ കിങ്ഫിഷ് എടുക്കണം. കിങ്ഫിഷിന് 999 ചേച്ചിക്ക് ആയതുകൊണ്ട് 8 എന്നൊക്കെ പോരെ. ഓക്കെ ആണല്ലോ? കിങ്ഫിഷ് മതി. ചേച്ചിക്ക് ഇങ്ങനെ എടുക്കുള്ളൂ എനിക്കറിയാം. രാജാവിനോട് താല്പര്യം. അപ്പൊ ഇനി ഈ മീൻ കൂടാണ്ട് നമുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ഈ നാടൻ മീൻകറിക്ക് വേണ്ടി ആവശ്യമുള്ളത്? ജസ്റ്റ് പറയാം. 4 കഷ്ണം കൊടംപുളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 5-6 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, സ്വല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കടുക്, പിന്നെ വെട്ടി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മീൻ വെട്ടി നല്ല കഴുകി വെച്ചിരിക്കുന്ന കിങ്ഫിഷ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ അല്ലേ? അത് നമുക്ക് ആ മീൻകറി ഉണ്ടാക്കുന്നത് എന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നതിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം എന്താണ് ചെയ്തിരിക്കുന്നത്? ആദ്യമേ ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടാക്കുന്നു. എന്നിട്ട് അതിലേക്ക് 4 കഷ്ണം പുളി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും അല്ലേ? ഇനി ഇത് എത്ര നേരം തിളക്കണത്? ഇതൊരു 2 മിനിറ്റ് തിളച്ചാൽ മതി. പുളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ 2 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഈ പൊടികളെല്ലാം ചൂടാക്കിയെടുക്കാം. വെറുതെ ചൂടാക്കിയാൽ മതി. അവസാനം ലാസ്റ്റ് ആണ് നമുക്ക് കടുക് പൊടിക്കുമ്പോൾ എണ്ണ യൂസ് ചെയ്താൽ മതി. കാരണം ഏറ്റവും കുറച്ച് എണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ പൊടി ചൂടാക്കിയില്ലെങ്കിൽ അതൊരു പച്ച ചുവയ്ക്കും. അതുകൊണ്ടാണ് നമുക്ക് പൊടികളൊക്കെ ചൂടാക്കാം. തീ കുറച്ചിട്ട ശേഷമാണ്, അല്ലെങ്കിൽ പൊടികൾ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 നുള്ള ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കുക.
അപ്പൊ നമുക്ക് എരിവ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ടുകയോ കുറക്കുകയോ ചെയ്യാം അല്ലെ? എരിവ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എരിവ് കൂടുതലിടാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് നമ്മള് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ്, അതുകൊണ്ട് എരിവ് അധികം എരിവില്ല. അപ്പൊ നമ്മളിപ്പോ 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ ചേർത്തു. എന്നിട്ട് അടുത്തതായിട്ട് എന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഈ പുളി നമ്മൾ നേരത്തെ തിളപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുളിയുടെ ആ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, കുടംപുളിയുടെ പുളി ഇറങ്ങി വരാനായിട്ടാണ്. അപ്പൊ അതിനകത്തോട്ട് തന്നെ നമ്മളൊരു 4 കഷ്ണം പച്ചമുളക് അരിഞ്ഞത് ഇട്ടു, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ചൂടായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? ഇതിനകത്തോട്ട് നമ്മൾ ആ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന്. ഇത് എത്ര നേരം ഇങ്ങനെ തിളക്കണം? ഇത് അധികം നേരം തിളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മീൻ കഴുകി വെച്ചിരിക്കുന്ന മീനോടെ ചേർത്ത് അതും ഒന്ന് ചെറിയ തീ കുറച്ചിട്ട് ചെറുതായിട്ട് തിളച്ച് മൂടി വെച്ച് തിളപ്പിക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാണ്. ഓ, അത്ര എളുപ്പമാണ് അല്ലേ? അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം. എപ്പോഴും എനിക്ക് മീൻകറി ചട്ടിയിൽ വെക്കുന്നതിന്റെ കുറച്ചുകൂടെ സ്വാദ് കൂടുതൽ. അതെ, മൺചട്ടിക്ക് കൂടുതൽ, മൺചട്ടി നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകും. ഇനി ഇത് ചെറുതൊന്ന് മൂടി വെക്കുക. ഇത് ഏകദേശം എത്ര നേരം തിളക്കേണ്ടി വരും? ഇതൊരു 10 മിനിറ്റ് മൂടി വെക്കണോ അതോ 10 മിനിറ്റ് 5 മിനിറ്റ് തിളച്ചാൽ മതി. മൂടി വെക്കണോ? ചൂടായി കഴിഞ്ഞ് തിളച്ച് 5 മിനിറ്റ് തിളച്ചാൽ മതി. നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യം? മൂടി വെക്കേണ്ട ആവശ്യം. നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കാനായി കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്നു. കടുക് പൊട്ടുമ്പോ ഇത്തിരി മാറി നിൽക്കുന്നതല്ല അല്ലേ? അതെ. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇടുക. നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഈ കറിയിൽ വെന്ത സമയത്ത് അതിനകത്തിട്ടത്. അപ്പം കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മീൻകറി. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് കുക്ക് ചെയ്യാവുന്ന ഒരു ഐറ്റം വേറെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ പഠിച്ചിരുന്ന ഭർത്താക്കന്മാരെ സുഖമായിട്ട് പറ്റിക്കാം. ഏകദേശം മീൻകറി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇനി മീൻകറിയിലൂടെ കടുക് വറുത്തിരിക്കുന്ന കടുക് ചേർക്കാം. കടുക് പൊടിച്ചിരിക്കുന്ന കടുക് ചേർക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് മീൻകറി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഉണ്ടാക്കി കുറച്ച് സമയത്തിന് ശേഷം കഴിക്കുക എന്നാണ്. കാരണം അതിന്റെ ഉപ്പും എരിവും ഒക്കെ കഷ്ണത്തിലോട്ട് പിടിക്കാനായിട്ട് ഏറ്റവും നല്ലത് കുറച്ച് സമയം കഴിഞ്ഞ്. ഇപ്പം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും രുചി ശരിക്കും കൂടും. അല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വളരെ എളുപ്പം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ അത് നല്ല ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്നാണെങ്കിലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ നാടൻ മീൻകറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കപ്പയില്ലാതെ മലയാളികൾക്ക് എന്ത് മീൻകറി? നമ്മുടെ കപ്പയും മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ GMUയുടെ 2 എക്സ്പേർട്സ്, ഫുഡ് എക്സ്പേർട്സ് ഇത് കഴിച്ച് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ വന്നിട്ടുണ്ട്. അപ്പം ചിപ്പി മീൻകറി ഒക്കെ വെച്ചതല്ലേ, അപ്പം ഇവർക്കൊന്ന് വിളമ്പി കൊടുക്കുക. എന്നിട്ട് അവരുടെ അഭിപ്രായം നോക്കുന്നത് പ്ലേറ്റ് കൊടുക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഇളക്കണം. എല്ലാം ഇതിന്റെ ചാറെല്ലാം മിക്സ് ആകാനായിട്ടാണ് ഇങ്ങനെ. കൂടെ ഇളക്കണമെന്നില്ല, അത് അവിടെ ഇളക്കിയിട്ടുണ്ട്. അപ്പൊ സൈഡിൽ നിന്ന് കഷ്ണങ്ങൾ ഉടയാണ്ട് വേണം മീൻകറിയുടെ കഷ്ണങ്ങൾ എടുക്കാനായിട്ട്. മീൻ കഷ്ണങ്ങൾ ഉടയാതെ. ഇതെന്നാ മീനാണത്? ഇത് കിങ് ഫിഷ് ആണ്. കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട്. അഭിപ്രായം നിങ്ങൾക്ക് പറയാം കേട്ടോ. കഴിച്ചിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറയാം. വിശപ്പ് പറഞ്ഞെ എന്നിട്ട് പറയാം. ഇങ്ങനെ ഉണ്ടാവട്ടെ എനിക്ക് വേണ്ടി. കേട്ടല്ലോ, പറയാ കേട്ടല്ലോ. ഇടയ്ക്ക് ഉണ്ടാക്കി തന്നെ പറയാം. ഇതെങ്ങനെയുണ്ട് മീൻകറി? എങ്ങനെയുണ്ട്? നല്ല അടിപൊളി മീൻകറിയാണ് ചിപ്പി. എങ്ങനെയാ ഇതുണ്ടാക്കിയേ? അത് ഉണ്ടാക്കുന്ന റെസിപ്പി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അമ്മന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മീൻകറിയാണിത്. അപ്പൊ എന്താണെങ്കിലും യൂട്യൂബിൽ കയറി നോക്കാം. ഫുൾ റെസിപ്പി അതിനകത്ത് കൊടുത്തു. ഉറപ്പായിട്ടും ഞാൻ നോക്കാം.
ഓ അത് നമ്മുടെ പാപ്പിയുടെ വണ്ടിയുടെ ഒച്ചയാണല്ലോ പൈസ കൊടുത്തില്ല. ചേച്ചി മീന്റെ കാശ് ഇതിലോട്ട് വെച്ച് പോയി മീന്റെ കാശ് ചേട്ടൻ ജോലിക്ക് പോയി പൈസ എടുത്തിരിക്കാൻ മറന്നു. വിശ്വാസമല്ലേ പാപ്പി? അത് കുഴപ്പമൊന്നുമില്ല. മീൻകറി മീൻകറി കപ്പയും മീൻകറി കഴിച്ചിട്ട് പോകും പാപ്പി. മീൻകറി കഴിക്കാണ്ട് പോകാൻ പറ്റുമോ? കഴിച്ചോ എങ്ങനെയുണ്ട് നോക്ക്. എങ്ങനെയുണ്ടാ പാപ്പി? എന്റെ ചേച്ചി പൊക്കി പറയാന്ന് പറയില്ല, കരിമ്പങ്കാലായ പോലും ഇത്ര നല്ല മീൻകറി ഇല്ല. തോന്നുന്നില്ല ചേച്ചി കരിമ്പങ്കാല. പിന്നെ പാപ്പി ഹാപ്പി ആണെങ്കിൽ 2 കുപ്പി തെങ്ങും കൂടെ വേണം. അതൊന്നും ഇവിടെ എന്നാണില്ല. അപ്പൊ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടി വന്ന നമ്മുടെ കുക്കായിട്ട് വന്ന ചിപ്പിയാണ്, പുള്ളിക്കാരിയുടെ ഭർത്താവാണ് ഷൈജു, പാപ്പി മീൻകാരൻ പാപ്പി. അപ്പം ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പൊ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോ മീൻകറിയും കപ്പയും നമ്മൾ ടീം ഇവർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രേക്ഷകരും ഇവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടീം യുഎസ് സ്റ്റാൻഡ് ന്യൂയോർക്കിന്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയ്ക്ക് നിങ്ങൾ വീണ്ടും കാത്തിരിക്കുക. ഗുഡ് ബൈ.